ലാപ്ടോപ്പിൻ്റെ ഉള്ളിലത്തെ മദർ ബോർഡ് മുതലൊക്കെ കണക്ഷനുകളും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതാണ് SSD ഹാർഡ് ഡിസ്ക് ഏതാണ്ട് അതുപോലെ തന്നെ ഇരിക്കാം. ലാപ്ടോപ്പിൻ്റെ ഉള്ള ആ സൈസിലുള്ളതാണ് വരിക. ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സൈസിലുള്ളതും വെക്കാം. പിന്നെ ഹെവി ഇതിനും കൂടി വലിപ്പം കൂടി നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതും വെക്കാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വൈഫൈ കാർഡ് കേട്ടോ. നമ്മുടെ വൈഫൈ കണക്ഷന് വേണ്ടിയിട്ടുള്ള കാർഡാണത്. അതുപോലെ തന്നെ അതാണ് കീബോർഡിൻ്റെ കണക്ഷൻ. ഇത് നമുക്ക് ഉള്ളിൽ നിന്ന് അയക്കണ കീബോർഡാണ് കേട്ടോ. പുറത്തുനിന്ന് നമുക്ക് സിമ്പിളായിട്ട് ഊരാൻ പറ്റുന്ന കീബോർഡല്ല. പിന്നെ ബാറ്ററിയുടെ കണക്ഷൻ കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഊരിയത് നമ്മുടെ ടച്ച് പാഡ് അല്ലെങ്കിൽ മൗസ് പാഡ് അതിൻ്റെ കണക്ഷനാണ്. പിന്നെ സ്പീക്കറിൻ്റെ കണക്ഷനാണ് ഇതാ കാണുന്നത് കേട്ടോ. സ്പീക്കറിൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്യുക. 2 സ്പീക്കറാണ് മിക്കവാറും വരിക. അത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്തിട്ട് ഒറ്റ കണക്ഷനായിട്ടാണ് നമ്മൾ ബോഡിക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്പീക്കറിൻ്റെ കണക്ഷൻ ഊരിയിട്ടുണ്ട് കേട്ടോ. സ്പീക്കർ ഡാമേജ് ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഡിസ്പ്ലേ കേബിളിൻ്റെ ഒരു സൈഡാണ് കാണുന്നത്. മറ്റേ സൈഡ് നമ്മൾ ഡിസ്പ്ലേയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഒരു സൈഡ് ബോർഡിലേക്ക് കേട്ടോ. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീക്കറാണ് അതാ 2 സ്പീക്കർ കാണിച്ചു തരുന്നതാണ്. പിന്നെ നമ്മുടെ വലിയ ഒരു ബാറ്ററിൻ്റെ സൈസൊക്കെ ഓരോ ലാപ്പിലും ഡിഫറൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ ലോക്ക് സിസ്റ്റം പലതിലും പല ടൈപ്പിലാണ് ഇരിക്കുക കേട്ടോ. പിന്നെ അതേ ബാറ്ററിയുടെ കണക്ഷനും കീബോർഡിൻ്റെ കണക്ഷനൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഇത് ഇൻറ്റേർണൽ കീബോർഡാണ്. അതായത് നമ്മൾ ഈ മദർ ബോർഡ് വരെ അഴിച്ചെടുത്തിട്ട് വേണം കീബോർഡ് മാറ്റാൻ. പഞ്ച് ചെയ്യുന്ന ടൈപ്പാണ്. ഇതാണ് നമ്മുടെ SSD ട്ടാ. അതെങ്ങനെയാണ് കണക്ട് ചെയ്യണതെന്ന് ജസ്റ്റ് കാണിച്ചതാണ്. നമുക്കെല്ലാവർക്കും അറിയണതാണ്. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വരുന്നതാണ് വൈഫൈയുടെ കണക്ഷൻ കണക്ട് ചെയ്യാനായിട്ടുള്ള പോർട്ട് കേട്ടോ. അത് കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്ക്രൂ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ചാർജർ കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, ലാൻ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, പിന്നെ 2 USB പോർട്ട്, നമുക്ക് ഡോങ്കിളോ അല്ലെങ്കിൽ വല്ല പെൻഡ്രൈവോ അതൊക്കെ കണക്ട് ചെയ്യാനുള്ളത്. ഇതാണ് HDMI കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, നമുക്ക് എക്സ്റ്റേണൽ മോണിറ്ററിലൊക്കെ കിട്ടാൻ വേണ്ടി. പിന്നെ ഈ 2 സൈഡിലെ ഹിഞ്ചിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ ഇതിൽ കാണുന്നത്. മറ്റേ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഭാഗം നമ്മുടെ ഡിസ്പ്ലേയുടെ ആ സൈഡിലേക്കാണ് പോവുക കേട്ടോ. ഇതാണ് മൊത്തത്തിലൊരു വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് മദർ ബോർഡ്. മിക്കവാറും പച്ചയും അല്ലെങ്കിൽ നീലയും ഈ 2 കളറിലാണ് ലാപ്ടോപ്പിൻ്റെ മദർ ബോർഡ് വരിക. ഇതാണ് റീസെറ്റ് ബട്ടൺ. അതായത് നമുക്ക് ബാറ്ററി പുറത്തുനിന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്താണ് ബാറ്ററി ആയ കാരണം. അപ്പോൾ നമ്മൾ ആ ഹോളിൽ കൂടെ ലാപ്ടോപ്പ് ഓഫാക്കി അഡാപ്റ്ററൊക്കെ ഡിസ്കണക്ട് ചെയ്ത് ഹോളിൽ കൂടെ ഒരു 10-15 സെക്കൻഡ് പിന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വിട്ടിട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്ത് ഓൺ ആയി കഴിഞ്ഞാൽ ലാപ്ടോപ്പ് റീസെറ്റ് ആവട്ടോ. അതിനായിട്ടുള്ള ഓപ്ഷൻ മിക്കവാറും ഏസർ ലാപ്ടോപ്പിൽ കൊടുക്കണം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലുള്ള ബോർഡുമത്തെ സ്ക്രൂസ് അയച്ചിട്ട് ബോർഡ് ഊരി കാണിക്കുന്നതാണ് കേട്ടോ. ഇതാണ് CMOS ബാറ്ററി. വയേർഡ് ടൈപ്പ് CMOS ബാറ്ററി ഉണ്ടാവും. അതുപോലെ തന്നെ ബോർഡുമ്പോൾ തന്നെ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇതാണ് നമ്മുടെ മെമ്മറി സ്ലോട്ട്. ഇതിലിപ്പോൾ ഒരു സ്ലോട്ടാണ് വരുന്നത് കേട്ടോ. മെമ്മറി സ്ലോട്ട്. മെമ്മറി ഊരണതൊക്കെ മിക്കവാറും ലാപ്ടോപ്പുകളുടെ മദർ ബോർഡിൽ നിന്നൊക്കെ ഓരോരോ സിസ്റ്റത്തിൽ തന്നെയാണ് ഊരുക. ഓക്കെ, നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ മദർ ബോർഡ് വ്യത്യാസം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതാണ് മെമ്മറി സ്ലോട്ട്. പിന്നെ ഈ ലാപ്ടോപ്പ് മിനി ലാപ്ടോപ്പാണ്. മിനി ലാപ്ടോപ്പ് ആണെങ്കിലും ഫാൻ വരാറുണ്ട്. മിക്കവാറും ഇതിൽ ഫാൻ വന്നിട്ടില്ല. ഈ ഒരു ഹീറ്റ് സിങ്ങും കൂടെ തന്നെ ഇതിൻ്റെ കൂളിങ് നടക്കാണ് കേട്ടോ. ഇനി പ്രോസസ്സർ ഇരിക്കുന്നത് ഈ ഹീറ്റ് സിങ്ങിൻ്റെ അടിയിലാണ്. ഈ 3 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സർ കാണാനായിട്ട് പറ്റും കേട്ടോ. പ്രോസസ്സർ ക്ലീൻ ചെയ്ത് നമ്മളെപ്പോൾ സർവീസിന് എടുക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് പ്രോസസ്സറിൻ്റെ പേസ്റ്റ് ഡ്രൈ ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും പേസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് പിന്നെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ഇതിൻ്റെ നമുക്ക് ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് കേട്ടോ. അത് സ്പീക്കർ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു കണക്ഷനും ഒരു പോർട്ടും കൂടി ഞാൻ കാണിച്ചില്ല. അത് നമ്മുടെ SD കാർഡൊക്കെ ഇടാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതേ പേസ്റ്റ് ഇടാണ്, തെർമൽ പേസ്റ്റ് ആഡ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഹീറ്റ് സിങ്ക് വെക്കുന്നതാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് ലാപ്ടോപ്പിലെ പാർട്സുകൾ. ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലും കണ്ടൻ്റായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇതാ ഒരു ഏസർ ലാപ്ടോപ്പിൻ്റെ ജസ്റ്റ് ഒരു മിനി ലാപ്ടോപ്പിൻ്റെ ബോർഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്തതിന് താങ്ക്സ്. എല്ലാവരും ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഈ ലാപ്ടോപ്പ് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നതാ കാണിക്കുന്നത്. എല്ലാ കണക്ഷനും ഇട്ടിട്ടുണ്ട്. നമ്മൾ പരമാവധി ബാറ്ററിയുടെ കണക്ഷൻ എല്ലാ കണക്ഷനും കഴിഞ്ഞതിന് ശേഷം ഇടാം, ഷോർട്ട് ആവാതിരിക്കാനാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ബാറ്ററിയുടെ കണക്ഷൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്തു. ഇൻറ്റേർണൽ ബാറ്ററി ആകുമ്പോൾ എക്സ്റ്റേണൽ ആകുമ്പോൾ പിന്നെ നമ്മൾ തുറക്കണതിന് മുന്നേ എന്തായാലും ബാറ്ററി വിടാണ്ട് പറ്റില്ല. ഇൻറ്റേർണൽ ആകുമ്പോൾ നമ്മൾ ആ കാര്യം മറന്നു പോകും. അപ്പോൾ എന്തുണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയക്കുമ്പോഴൊക്കെ ആയിരിക്കും ഷോർട്ട് ആവുക. എപ്പോഴും ഷോർട്ട് ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എല്ലാ കണക്ഷനും ചെയ്തതിന് ശേഷം ബാറ്ററി കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അയക്കാനും ഊരാനൊക്കെ നോക്കണതിന് മുന്നേ ബാറ്ററിയുടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.